പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനിസ് സഭയുടെ ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും ഇടയിൽ കയറിക്കൂടിയ ഒരു സംഗതിയാണ് പെന്തക്കോസ്തൽ ആശയങ്ങളടങ്ങിയ പാട്ടുകൾ, അല്ലെങ്കിൽ യേശുനാമ പാട്ടുകൾ. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ഇത്തരം പാട്ടുകൾ തങ്ങളുടെ ആരാധനകളുടെ ഇടയിൽ പാടുവാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതലായി സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള ഇത്തരം പാട്ടുകൾ പാടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പാട്ടുകൾ പാടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അത് തെറ്റാണ്. അത് സത്യവിശ്വാസത്തിന് എതിരാണ് എന്ന് മാത്രമല്ല, അത് സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട പരിശുദ്ധ പിതാക്കന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അവർ എന്തിനു വേണ്ടി സത്യവിശ്വാസത്തെ ഏറ്റുപറഞ്ഞോ, അവർ ഏത് വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തോ, അവർ എന്തിനു വേണ്ടി പീഡ അനുഭവിച്ചോ, അവർ എന്തിനു വേണ്ടി നാടുകടത്തപ്പെട്ടോ, ആ പരിശുദ്ധ പിതാക്കന്മാർ കൈമാറിത്തന്ന കലർപ്പില്ലാത്ത സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെതിരായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ അത് ആ പരിശുദ്ധ പിതാക്കന്മാരെ നമ്മൾ അവഹേളിക്കുകയാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും പള്ളികൾക്കുള്ളിൽ തന്നെയും നിത്യവും കേൾക്കുന്ന ഒട്ടനവധി പാട്ടുകളുണ്ട്. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി എന്ന് നമ്മൾ പാടുന്നു. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, നിന്നതല്ല ദൈവമെന്നെ നിർത്തിയതാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, വിശ്വാസ ജീവിത പടകിൽ നാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന് തുടങ്ങി അനേകം പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസം, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ സുറിയാനി സഭയുടെ വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രഘോഷിക്കുന്നത് മറ്റൊരു സുവിശേഷമാണ് എന്നതാണ് പരമസത്യം. നമ്മുടെ വിശ്വാസമൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. എങ്ങനെയാണ് ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവാൻ സാധിക്കുന്നത്? ഇത്തരം പാട്ടുകളുടെയൊക്കെ വരികൾക്കിടയിൽ യേശു എന്ന നാമമുള്ളതുകൊണ്ട് നമ്മൾ കരുതും ഇവയെല്ലാം ആത്മീയ ഗാനങ്ങളാണെന്ന്. സിയോൻ സഞ്ചാരി എന്ന് നമ്മൾ കൈയടിച്ച് പാടുമ്പോൾ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം, ആരാധനക്രമം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സിയോനെ, മിശിഹായെ ക്രൂശിച്ചവളെ എന്നാണ് നമ്മുടെ ആരാധനക്രമം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദ്ധാനം ചെയ്തുടനെ തന്നെ കുരിശിച്ച സിയോനെ നശിപ്പിച്ച് സഭാപാണി ഗ്രഹണത്തെ എന്ന് നമ്മൾ പാടുകയാണ്. സിയോനെ നശിപ്പിച്ച് സഭയെ പണിതു എന്ന് നമ്മുടെ വേദശാസ്ത്രം, ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ക്രൂശിൽ തൂക്കിയ സിയോനെ നീക്കിയ മിശിഹ, സിയോനെ നിനക്ക് കഷ്ടം എന്നൊക്കെ അനേക ഇടങ്ങളിൽ നമ്മൾ പാടുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മളിപ്പോഴും സിയോനിലേക്ക് പറക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ യേശു എനിക്ക് നല്ലവനെന്ന് നമ്മൾ പാടുമ്പോഴും നിന്നതല്ല ദൈവമെന്നെ നിർത്തിയതാണ് എന്ന് പാടുമ്പോഴും നമ്മൾ തൃത്വാരാധനയിൽ നിന്ന് മാറി വ്യക്തിഗത പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പോകുകയാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം എന്ന് നമ്മൾ പാടിയിട്ട് അടുത്തതായി പറയുകയാണ് പിതാവ് ക്രൂശിൽ മരിച്ചു എന്ന്. നമ്മുടെ വിലാപ ഭവനങ്ങളിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഇത്തരം അനേകം പാട്ടുകളുണ്ട്. ഇത്തരം പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ അത് സത്യവിശ്വാസത്തിന് എതിരാണെന്ന് മാത്രമല്ല, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പ്രമാണത്തെ നിരാകരിക്കുകയുമാണ്. ഇത്തരം പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ തൃത്വ സ്തുതിയിൽ നിന്ന്, യഥാർത്ഥ സ്തുതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുകയാണ്.
അപ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്തുതിക്കേണ്ടത്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ. ഇതാണ് ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ സ്തുതിയുടെ യഥാർത്ഥ വചനം. ഈ സ്തുതിയുടെ വചനം നമ്മൾ ചൊല്ലുമ്പോൾ നിലനിന്നിരുന്ന ദൈവദൂഷണത്തെ പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് നമ്മൾ നിരാകരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ എന്ന് പറഞ്ഞിട്ട് ഇത്തരം പെന്തക്കോസ്തൽ പാട്ടുകൾ പാടുമ്പോൾ പരിശുദ്ധ പിതാക്കന്മാർ തള്ളിക്കളഞ്ഞ ദൈവദൂഷണത്തെ നമ്മുടെ ആരാധനയോട് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ഇത് പരിശുദ്ധ പിതാക്കന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുവാനാണ്. മറ്റുള്ളവരെ കരുതാതെ സ്വന്തം കാര്യത്തിനല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും സഹോദരന്മാരാണെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയുടെ വിശ്വാസിക്ക് എങ്ങനെയാണ് ഇത്തരം പാട്ടുകൾ പാടുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനകൾ എങ്ങനെയാണ്? നമ്മുടെ ആരാധനകളിൽ നടക്കുന്നത് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരു വലിയ സമൂഹമധ്യേ നിന്നുകൊണ്ടാണ്. ഇങ്ങനെ സാക്ഷികളുടെ സമൂഹമധ്യേ ചേർന്ന് നിന്നുകൊണ്ട് ഒരു യാക്കോബായക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് അവന് എൻ്റെ യേശു എനിക്ക് നല്ലവനെന്നും നിന്നതല്ല ദൈവം എന്നെ നിർത്തിയതാണേ എന്നും ഒക്കെ പാടുവാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയായിരിക്കണമെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോനാസ്ലീഹ പറയുകയാണ്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിൽ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്നത് നൽകുന്നത് തൃത്വത്തിൽ നിന്നാണ്. അപ്പോൾ സത്യവിശ്വാസികൾ സത്യ ആരാധനയാണ് നടത്തേണ്ടത്. ആ സത്യ ആരാധനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത്, തൻ്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ ഏക പിതാവ് നമ്മോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ കഷ്ടതയാൽ അതിനെ രക്ഷിച്ചെടുത്ത ഏക പുത്രനും നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണവും പരിപൂർണവുമാക്കി തികയ്ക്കുന്ന പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ എന്ന് നമ്മുടെ ആരാധനക്രമം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും വേർപെടുത്തി കളയുന്നില്ല, എല്ലാവരെയും യോജിപ്പിക്കുകയാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ്. ഇതാണ് പരിശുദ്ധ ക്രിസ്തീയ സഭയുടെ വിശ്വാസം, ക്രിസ്തീയ സഭയുടെ മഹത്വം. ഈ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും എല്ലാ പെന്തക്കോസ്ത് പാട്ടുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിനുവേണ്ടി തുടങ്ങാം. പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ ഭിത്തികളെ ബലപ്പെടുത്തുവാൻ അത് സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.